ഒത്തിരി ആളുകളുടെ അകമ്പടിയും പോലീസ് എസ്കോർട്ടും വലിയ ബഹളവും ഒക്കെ പ്രതീക്ഷിച്ചു. എന്ത് ബഹളം? ഞാനും നിങ്ങളെപ്പോലെ ആളല്ലേ. നിങ്ങളല്ലേ എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. പിന്നെ ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുമ്പോ അതിന്റെ ചില മര്യാദകളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഞാനെന്നല്ല ആരും. ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങൾക്ക് എന്തും പറയായിരുന്നു. പക്ഷേ ഇപ്പോ നിങ്ങൾ എന്തൊക്കെയോ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നു. പല തിരക്കുകൾ കാരണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. അത് സത്യമാ. അത് മനഃപൂർവ്വമല്ല. ക്ഷമിക്കണം. ഒരു മുഖ്യമന്ത്രിയുടെ തിരക്കും സമയമില്ലായ്മയും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാലും സാർ എത്രയോ കാര്യങ്ങൾ ശരിയാക്കുന്നു. ഞങ്ങളെ എന്തേ നിർത്തിക്കളഞ്ഞത്? പറയാനുള്ളത് മുഴുവൻ പറയാം. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങ് ധനപാലൻ മുതലാളിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഞങ്ങളുടെ പാവപ്പെട്ട ശ്രീധരൻ മാസ്റ്റർ ഉണ്ടാക്കിയ ഒത്തീർപ്പുകളൊക്കെ തകർന്നു. കരിനിയമങ്ങൾ നിയമപാലകരും ആവശ്യം പോലെ കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ച് ഞങ്ങൾ വല്ല ജയിലിലേക്ക് വായിക്കണം സാർ. പട്ടിണി കൊണ്ടുള്ള കൊച്ചുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ സാറേ. ഞാൻ ചെയ്ത സത്യപ്രതിജ്ഞയെ സാക്ഷിയാക്കി പറയുന്നു. പ്രസ്ഥാനത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സെറ്റപ്പിൽ സമൂലമായൊരു മാറ്റം വരുത്തുക സാധ്യമല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരിൽ സൽഭരണത്തിന്റെ ഗുണം എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ യുദ്ധത്തിൽ എനിക്ക് ശക്തി പകരേണ്ടവരാണ് നിങ്ങൾ. ആ നിങ്ങൾ തന്നെ എനിക്കെതിരായി സംസാരിച്ചു തുടങ്ങിയാൽ ശ്രീധരനെ ഞാൻ അന്വേഷിച്ചായി പറയണം. ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി. രാഷ്ട്രീയക്കാരന്റെ സത്യസന്ധത അളക്കാനുള്ള ടെസ്റ്റ് പേപ്പറാണ് മന്ത്രിസ്ഥാനമെന്ന്. നമ്മുടെ മന്ത്രി